വിധിച്ചിരിക്കുകയാണ്, അള്ളാഹിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ ഓർഡറാണ്. അതിന് വിപരീതം കാട്ടാനുള്ള അധികാരമോ അവകാശമോ ശിട്ടികൾക്കില്ല. അത്രയും വലിയ കൽപ്പനയാണ്. ഖദാ റബ്ബുക, നിന്റെ നാഥൻ വിധിച്ച വിധിയാണ്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അവനോടല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവനല്ലാതെ ആരാധനകളുടെ ഒരു ഇനങ്ങളും നിങ്ങൾ സമർപ്പിക്കരുത് എന്നതായ ആ മെയിൻ തത്വം ഈ മതം സ്ഥാപിക്കാനുള്ളതായ അതിൻ്റെ തറയാണത്, അതിൻ്റെ മെയിൻ അമൂദാണത്. അതില്ലാതെ ഈ ആദർശത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ അത് തൗഹീദാണ് എന്ന് നമുക്കറിയാം. വിശദാംശം ഇവിടെ ആവശ്യമില്ല. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, ഒരു ഫസ്ല് അവിടെ ഇല്ല. ആ ഇല്ലാ ഇയ്യാഹു എന്ന് പറഞ്ഞ ശേഷം അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധന സമർപ്പിക്കരുത് എന്ന് ഞാൻ വിധിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ വിധിച്ചത് എന്താണ്? ഒബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണമെന്നതും എൻ്റെ വിധിയാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാളും കൂടുതൽ ഈ വിഷയത്തിനുള്ളതായ ഗാംഭീര്യത മനസ്സിലാക്കാൻ വല്ല ശൈലിയും നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ഒരു സാഹിത്യ ശൈലിയോ ഒരു അർത്ഥ ഗാംഭീര്യതയുള്ള പ്രസംഗത്തിൻ്റെയോ ആവശ്യമില്ല. അള്ളയാണ് പറയുന്നത്, ഞാൻ വിധിച്ചതാണ്. ഉടനെ തന്നെ എന്താ വിധിച്ചത്? എനക്കല്ലാതെ ആരാധിക്കാൻ പാടില്ല. അതോടൊപ്പം മാതാപിതാക്കൾക്ക് നിങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായ ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് ഞാൻ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആരാധിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തുമ്പോൾ ഉള്ള ശിക്ഷ പോലെ തന്നെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കാട്ടുന്നതായ ആ ബാധ്യതയിൽ വീഴ്ച വരുത്തുമ്പോഴും അത് കാരണത്താൽ ലഭിക്കേണ്ടി വരുന്ന ആ അപകടം, ആ പ്രയാസം, ആ ശിക്ഷ അത് ദുനിയാവിൽ നിന്നിട്ടും പരലോകത്തിൽ നിന്നിട്ടും ലഭിക്കേണ്ടി വരുമെന്നതിലേക്ക് സൂചന അതേ ആയത്തിൽ തന്നെയുണ്ട്. ഹദീസിന്റെ സഹായത്തോടു കൂടി ഇഹലോകത്തിൽ തന്നെ മറ്റ് ദോഷങ്ങൾ പോലെയല്ല എന്നാണ്. മറ്റു ദോഷങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം പരലോകത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുക? നീട്ടിവെക്കുക. പക്ഷേ മാതാപിതാക്കളെ ദ്രോഹിച്ച ദ്രോഹം അത് ദുനിയാവിൽ നിന്നിട്ട് തന്നെ മക്കൾ അനുഭവിക്കേണ്ടി വരുമെന്നതായ അർത്ഥം കുറിക്കുന്ന ഹദീസുകൾ സമയം കിട്ടുമെങ്കിൽ നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം.